ഗൈസ്, കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളെ എ സിനെ പറ്റിയിട്ടാണ്. എ സി സ്പ്ലിറ്റ് എ സി ഇതിൻ്റെ ബാക്കി ആര് കൊണ്ടുപോയി എന്നൊക്കെ ചോദിക്കുന്നത്. ഗൈസ്, ഇത് ദുബായിലുള്ള ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും. ഇവിടെ പാർട്ടീഷനാണ്, എല്ലാവർക്കും പാർട്ടീഷന് അല്ലെങ്കിൽ ബെഡ് സ്പേസ് ഇതൊക്കെയാണ് ഉണ്ടാവുക. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എ സി എന്ന് പറയുന്നത് 2 റൂമിനുള്ളൂ. ഓക്കെ, ചില ആൾക്കാർ ഈ ഒരു എ സിന്ന് ചില എന്താ പറയുക പാർട്ടീഷൻ ചെയ്യുന്ന ആൾക്കാർ 5 ആൾക്കാർക്ക് 6 ആൾക്കാർക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു റൗണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും. ഞങ്ങളത് ഇതൊരു ഫാമിലി റൂമാണ്, കുറച്ചൊരു വലിയ റൂമാണ് ഞങ്ങളത്. അപ്പം ഇത് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ലാതെ നല്ല തണുപ്പുണ്ട്. കാരണം പകുതി അവർക്കും പകുതി ഞങ്ങൾക്കുമാണ്. അപ്പം അതാണ് ഇവിടുത്തെ എ സിൻ്റെ അവസ്ഥ. അൽഹംദുലില്ലാ കുഴപ്പമില്ല. ഇത് ഞങ്ങൾക്കൊരു കൊട്ടാരമാണ്, ഇത് ഞങ്ങൾക്ക് ഭയങ്കര ലക്ഷറിയാണ്. കണ്ടോ, ഞങ്ങളുടെ റൂമിൽ ടി വി ഒക്കെ ഉണ്ട്, ടി വി ഒക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. കണ്ടോ, അങ്ങനെ നടക്കാം, ഉറക്കം സംസാരിക്കാം, മുമ്പാണെന്നിൽ ഭയങ്കര ലൗഡാക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ ആളും നമ്മുടെ പ്രശ്നം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഭയങ്കര ഇടുങ്ങി കുടുങ്ങി നിൽക്കുന്ന പാർട്ടീഷൻസ് ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. ചിലപ്പം ആ ഓരോ ഏരിയക്ക് അനുസരിച്ചാണ്. പക്ഷെ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ 3 ആൾക്കുള്ള റൂമാണ്. ഞങ്ങളെ 3 ആളല്ല, 2 ആൾ 3 ആൾ 4 ആൾ, നമുക്ക് ഇഷ്ടമുള്ള അത്ര ആൾ നിൽക്കാം. പക്ഷെ ഞങ്ങളെ റൂമിലിപ്പം 2 ആളുള്ളൂ. ശ്രീകാന്ത് നാട്ടിൽ ഒക്കെ ആയിട്ട് ഞാൻ കണ്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ റൂമിൽ. കുഴപ്പമില്ല, ഞങ്ങൾ നന്നാക്കാണ്ട് അന്ന് ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ നന്നാക്കും. അപ്പം ഇതാണ് ഇവിടുത്തെ എ സിൻ്റെ അവസ്ഥ.